ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ കിഡ്സ് യൂട്യൂബ് ചാനൽ അഫ്രോസ് അംറോസ് ഐറോസ് വ്ലോഗ്. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയോ ഗൈസ്? ഞങ്ങളുടെ അംറോസിനെ കണ്ടോ? അംറോസിന് 5 വയസ്സ് പൂർത്തിയായി 6ലേക്ക് കടന്നതിൻ്റെ വാക്സിനേഷൻ എടുക്കാൻ ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെത്തി. വണ്ടിയുടെ സൈഡിൽ ഒന്ന് ഒതുക്കിയിട്ടപ്പോൾ അവിടെ കുറേ പൂന്തോട്ടം കണ്ടപ്പോൾ എൻ്റെ അമ്രുവിന് നിർബന്ധം ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം. അതൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഭയങ്കര ഹാപ്പിയാണ്. ഇഞ്ചക്ഷൻ എടുക്കാനാണ് വന്നതെന്നൊക്കെ അവൾക്കറിയാം. എന്നാലും പുള്ളിക്കാരത്തി ഭയങ്കര ഹാപ്പിയിലാണ്. എന്താണെന്ന് അറിയില്ല, വലിയൊരു കരച്ചിൽ കഴിയാനുള്ള ഒരു ഇതിലാണ്. അപ്പോൾ എന്തായാലും ആവട്ടെ, അവിടെ ഭയങ്കര തിരക്ക്, അത്യാവശ്യം കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറേ ടോയ്സൊക്കെ ഇരിക്കണം കണ്ടപ്പം അവൾക്ക് ഭയങ്കര നിർബന്ധം അതിലെനിക്ക് കളിക്കണമെന്ന്. ഞാൻ പറഞ്ഞു പോയി കളിച്ചോളാൻ, ഏതായാലും കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല കരച്ചിൽ കരയാനുള്ളതാണല്ലോ, നല്ല വേദനയുള്ള ഇഞ്ചക്ഷനും ആണല്ലോ വാക്സിനേഷൻ. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടി അവൾക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു, കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. ഏകദേശം ഒരു 10-15 മിനിറ്റോളം വെയിറ്റ് ചെയ്തിരുന്നു. പേര് വിളിക്കാമെന്ന് പറഞ്ഞു. അവിടെ കയറ്റി രജിസ്ട്രേഷൻ ചെയ്യാനൊക്കെ ആയിട്ട് ചെയ്ത് പേരൊക്കെ വിളിച്ചോളാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ പേര് വിളിച്ചു. ഞങ്ങൾ അകത്തേക്ക് കയറി ചെന്നു. ചിരിച്ച് കളിച്ച് പോയ ആളാണ്. ഇപ്പോഴത്തെ അവസ്ഥ നോക്ക്, ഭയങ്കര കരച്ചിലാണ് ആൾ. എന്താ ചെയ്താൽ സമ്മതിക്കുന്നില്ല. ഒന്നാമത് സൂചി കാണുമ്പോൾ പേടിയാണ്. സൂചി വെച്ച് കുത്തുകൊള്ളാനാണ് വന്നതെന്ന് അറിഞ്ഞെങ്കിലും എന്താണോ ഇത്ര നേരം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫൈനലി അങ്ങനെ ഞങ്ങളിതാ കുത്തുകൊണ്ടു. അങ്ങനെ വാക്സിനേഷൻ കഴിഞ്ഞു. എനിക്ക് നല്ലപോലെ വിഷമമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു നേഴ്സ് അവളെ കൊണ്ട് അപ്പ് ഡൗൺ എന്നൊക്കെ പറഞ്ഞ് എക്സസൈസ് ചെയ്യിപ്പിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് അവർ പറഞ്ഞു ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു 10 മിനിറ്റ് പിന്നെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പം പിന്നെ അവൾക്ക് കളിക്കാൻ പോകണം. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്. ഓരോ ടോയ്സിൽ ഓരോ കുട്ടികളാണ്, തിരക്കാണ്. ഇപ്പം കൈക്കൊരു വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി എപ്പോഴാണോ വേദന തുടങ്ങണേ, 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും തുടങ്ങുമായിരിക്കും. ടാബ്ലറ്റ്സ് തന്നു, പനിക്കുന്നവർ പറഞ്ഞു, പനിയുടെ ടാബ്ലറ്റ് തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചപ്പലൊക്കെ ഇട്ട് ഞങ്ങൾ ഇങ്ങനെ പോന്നു. വേദന ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വേദനയൊക്കെ ചെറുതായിട്ടുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. ഇപ്പം കൈയൊക്കെ നല്ലപോലെ ഇറങ്ങും. എടുത്തേ കൈ കൊണ്ട് ഷൂസൊക്കെ കയറ്റിയിടുന്നേ. കുറേ കഴിയുമ്പോൾ കാണാം എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പോന്നു ഗൈസ്. ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തി. അമ്രൂസാണ് വീഡിയോ പിടിക്കുന്നത്. കുറേയൊക്കെ വീഡിയോ അവളാണ് കേട്ടോ പിടിച്ചത്, കുറേ വീഡിയോ ഞാൻ പിടിച്ചു. അങ്ങനെ ഞങ്ങളിതേ വീടിൻ്റെ ഫ്രണ്ടിലെത്തി. വിശക്കുവാന്നൊക്കെ പറയുന്നുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ ചോറുണ്ടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിച്ച് പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവൾ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.